തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ മുഖ്യപ്രതി 13 വർഷത്തിന് ശേഷം പിടിയിലായി. ഒന്നാം പ്രതി സവാദിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയെ കൊച്ചിയിലെ NIA കോടതി റിമാൻഡ് ചെയ്തു. നീണ്ട 13 കൊല്ലത്തെ ഒളിവ് ജീവിതം ലോകം മുഴുവൻ അരിച്ചുപറക്കി അന്വേഷണ ഏജൻസികൾ. ഒടുവിൽ കൈവെട്ട് കേസ് പ്രതിക്ക് കൈവിലങ്ങ് വീണത് കണ്ണൂരിൽ നിന്നും. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘമാണ് ഇന്ന് പുലർച്ചെ സവാദിനെ അറസ്റ്റ് ചെയ്തത്. ഷാജഹാൻ എന്ന പേരിലാണ് കൈവെട്ട് കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞു പോകുന്നത്. മട്ടന്നൂർ ബേരത്ത് വാടക വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം മരപ്പണിയെടുത്തായിരുന്നു താമസം. ആദ്യം കണ്ണൂർ വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തേക്കും താമസം മാറുകയായിരുന്നു. ആദ്യം താനാണ് സവാദെന്ന് വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറായില്ല. NIA സംഘം കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിക്കുകയാണുണ്ടായത്. ഷാജഹാൻ എന്ന പേരാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതെന്നും പ്രാദേശിക പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അയൽവാസി നൗഫൽ. 2 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത്. നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇതിനിടെ ഇരയെന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും എന്നാൽ പൗരനെന്ന നിലയിൽ പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. തന്നെ പിടികൂടാൻ കാണിച്ച ശുഷ്കാന്തി പക്ഷേ ഈ പ്രതിയെ പിടികൂടാൻ പോലീസ് കാണിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി. 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല. എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. രാജ്യം വിട്ടെന്ന് കരുതിയ പ്രതി കണ്ണൂരിൽ പൊങ്ങിയതിൻ്റെ ഞെട്ടലിലാണ് അന്വേഷണ ഏജൻസികൾ. ആരുടെയും കണ്ണിൽപ്പെടാതെ കഴിയാൻ പ്രതിക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും പിന്തുണ കിട്ടിയെന്നാണ് സംശയം. ആഴത്തിലുള്ള അന്വേഷണം പ്രതീക്ഷിക്കാം. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച ലോകം മുഴുവൻ അരിച്ചുപെറുക്കവേ കാസർഗോഡ് നിന്നും കല്യാണം കഴിച്ച് സവാദ് കണ്ണൂരിൽ സുഖമായി തങ്ങി. ഇതിനിടെ 2 മക്കളുമുണ്ടായി. മട്ടന്നൂർ ബേരത്തെ റിയാസ് എന്ന SDPI നേതാവിനൊപ്പമാണ് മരപ്പണി ചെയ്തു പോന്നത്. പിടിയിലായത് പിടികിട്ടാ പുള്ളിയാണെന്ന ഞെട്ടലിലാണ് നാട്ടുകാരും. കനത്ത സുരക്ഷയിൽ കൊച്ചിയിലെത്തിച്ച പ്രതിയെ NIA പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. കോളിളക്കമുണ്ടാക്കിയ കൈവെട്ട് കേസിൽ എല്ലാ പ്രതികളും പിടിയിലായതിൽ ഏജൻസികൾക്ക് ആശ്വസിക്കാം. എന്നാൽ സവാദിനെ അടക്കം ആയുധം പിടിപ്പിച്ച കൈകൾ ഇപ്പോഴും കാണാമറയത്താണ്. അവരാണ് കേസിലെ യഥാർത്ഥ കുറ്റവാളികൾ. ശ്രീകാന്ത്, 24 കൊച്ചി. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി 13 വർഷത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നു. പിടിയിലായ സവാദ് വെറും ആയുധം മാത്രം എന്നാണ് ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ TJ ജോസഫ് ഇന്ന് പ്രതികരിച്ചത്. മുഖ്യ ആസൂത്രകർ ഇപ്പോഴും കാണാമറയത്താണ്. 24 ഇന്ന് ജനങ്ങളോട് ചോദിച്ചത് ഇത് തന്നെയാണ്. യഥാർത്ഥ പ്രതികൾ കാണാമറയത്തോ? പ്രതികരണങ്ങളിലേക്ക്. പ്രധാന പ്രതിനെ പിടികിട്ടിയെന്ന് പറയുന്നു. ഇനിയിപ്പോൾ അയാളെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പവർഫുൾ ആണെങ്കിൽ തന്നെ ഇനി ഒരുപാട് എന്താ പറയുക അന്വേഷണങ്ങൾ ചിലപ്പം വേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കത് തികച്ചിപ്പോൾ ഒരു യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സൊസൈറ്റീൻ്റെ ഒരു എന്താ പറയുക ഒരു ഫ്യൂച്ചറാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഇത്രയും വർഷങ്ങൾ തന്നെ ഒരു ലാഗ് ചെയ്യുന്നത് ഈ കേസിനെ വളച്ചൊടിച്ച് ഒരുപാട് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ഒട്ടനവധി പ്രതികൾ ഇതിലുണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ. ആ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒട്ടനവധി ആൾക്കാർ അതിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അറസ്റ്റിലായവരൊക്കെ ഇതിൻ്റെ മുൻപിൽ നിന്നവർ മാത്രമായിരിക്കും. ഇനിയും അതിൻ്റെ പുറകിലുള്ള ആൾക്കാരോട് കണ്ടെത്തിയിട്ട് എത്രയും പെട്ടെന്ന് ആ കേസിനൊരു നല്ലൊരു വിധി ഉണ്ടാവണമെന്നാണ് ഞാൻ എടുക്കാൻ ആഗ്രഹം. വലിയ മഹാന്മാരെ പോയിട്ട് പിടി കിട്ടിയിട്ടില്ല. കിട്ടാത്ത കുറേ പ്രതികളുണ്ട്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഓരോ തുമ്പുണ്ടാക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മറ്റുള്ള ആളുകളെ. അതുപോലെ സംഭവിക്കും.
അവരെ എല്ലാവരെയും പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഒരാളെ മാത്രം കിട്ടിയിട്ട് കാര്യം. പക്ഷേ പിടിക്കേണ്ടതവരെ കിട്ടണവരെ പിടിച്ചോണം. എല്ലാവരും പിടിക്കണം, അവരെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെ ഒരു ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിക്കണം. അത് ഇത്രയും താമസിക്കാൻ കാര്യം എന്താണ്? അതാണ് രാഷ്ട്രീയ കളികളിലായിരിക്കും. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ ആത്മകഥയുണ്ട് അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള പേരിൽ അദ്ദേഹം ആ സമയത്ത് നേരിട്ട ജീവിത ദുരന്തങ്ങൾ അത് ആത്മകഥയിൽ വായിക്കാൻ കഴിയും. സമൂഹം അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറി, സഭ എങ്ങനെ പെരുമാറി, ഭരണകൂടം എങ്ങനെ പെരുമാറി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു 2 കൊല്ലം. ആ വേദന നിറഞ്ഞ അദ്ദേഹത്തിന്റെ മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഈ വാർത്ത പറയുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.